പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ദൈവ ഐക്യ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന മിസ്റ്റിക്കൽ ധ്യാന പരമ്പരയ്ക്ക് ആമുഖമായ 3 എപ്പിസോഡുകൾ നാം പൂർത്തിയാക്കി. ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്കും ദൈവരാജ്യ പൂർത്തീകരണത്തിലേക്കും നയിക്കുന്നതുമായ മിസ്റ്റിക്കൽ ധ്യാന പാതയെക്കുറിച്ചാണല്ലോ നാം പ്രതിപാദിക്കുന്നത്. മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെയുള്ള ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിന് ഏവർക്കും സഹായമായ ഒന്നാണിത്. നമുക്ക് മിസ്റ്റിക്കൽ പാതയിൽ മുന്നേറുന്നതിനും ദൈവത്തിൻ്റെ വിസ്മയനീയ അത്ഭുതങ്ങൾ ദർശിക്കുന്നതിനും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമുള്ള സഭാവത്സരത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കാലമാണ് വലിയ നോമ്പുകാലം. അതിനാൽ മിസ്റ്റിക്കൽ ധ്യാന പരമ്പരയിലെ നമ്മുടെ തുടർന്നുള്ള 50 ദിവസത്തെ ധ്യാനങ്ങൾ നോമ്പുകാല ധ്യാനമാണ്. എല്ലാ ദിവസവും യൂട്യൂബിൽ MTC ധ്യാന നികേതൻ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്ന ധ്യാന പ്രഭാഷണം കേട്ട് ധ്യാനിക്കുക. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അതൊന്നുകൂടെ ധ്യാനിക്കുക. ഈ ധ്യാനം കൃത്യമായി മുടക്കം കൂടാതെ നടത്തിയാൽ ഉത്ഥാനകാലമാകുമ്പോൾ നമുക്ക് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലുള്ള മിസ്റ്റിക്കൽ യൂണിയൻ്റെ അഥവാ ദൈവ ഐക്യ പാതയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിജയം ക്രിസ്തീയ ജീവിതത്തിൽ സഫലമാക്കുവാൻ സർവാത്മന പരിശ്രമിക്കുന്നതിനുള്ള കാലമാണ് വലിയ നോമ്പുകാലം. ഈശോ മിശിഹായുടെ കഷ്ടാനുഭവത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നന്നായി സംയോജിക്കാനുള്ള ഒരുക്കകാലമാണ് ഇത്. ഈ നോമ്പ് നോക്കുന്നത് നാം തനിച്ചല്ല, തിരുസഭ മുഴുവനോടും ചേർന്നാണ്. തിരുസഭയോട് ചേർന്ന് ഈ നോമ്പ് നോക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി മണവാളൻ്റെ മുമ്പാകെ നോമ്പോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനയിൽ എനിക്കും പങ്കുണ്ട്. നാം തനിച്ചല്ല, ലോകമെങ്ങുമുള്ള കത്തോലിക്ക സഭയോട് ചേർന്ന് നാം കർത്താവിൻ്റെ മുമ്പാകെ നോമ്പും നമസ്കാരവും അർപ്പിക്കുന്നു. ഈ യാഥാർത്ഥ്യം നാം നന്ദിയോടെ ദിവസവും പല പ്രാവശ്യം ഓർക്കണം. 1931 ഫെബ്രുവരി 6 മാർ ഇവാനിയോസ് പിതാവ് ബെഥനി സിസ്റ്റേഴ്സിന് നൽകിയ നോമ്പിന് ഒരുക്കമായ പ്രഭാഷണത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. സഭാവത്സരത്തിലെ ഈ അനുഗ്രഹീത കാലം പ്രത്യേകമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കാലമാണ്. 50 നോമ്പിലെ ആദ്യത്തെ 40 ദിവസം നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് അനുഷ്ഠിച്ച 40 ദിവസത്തെ ഉപവാസവും തിന്മയോടുള്ള പോരാട്ടവും അവിടുത്തെ പരസ്യ ജീവിതകാലത്തെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്ന ദൈവമഹത്വവും തിന്മയുടെ മേലുള്ള വിജയവുമാണ് നാം അനുസ്മരിക്കുന്നത്. തുടർന്നുള്ള 10 ദിവസം കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവുമാണ് നാം അനുസ്മരിക്കുന്നത്. അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ഓർമ്മ പുതുക്കലല്ല, പിന്നെയോ നമ്മുടെ കർത്താവിൻ്റെ ഉപവാസത്തിലും തിന്മയോടുള്ള പോരാട്ടത്തിലും അത്ഭുത പ്രവർത്തനങ്ങളിലും പീഡാസഹനത്തിലും ജയജീവിതത്തിലും നാം ഓരോരുത്തരും മണവാട്ടിയായ സഭാ സമൂഹം മുഴുവനും ഇന്നിവിടെ പങ്കുകാരാവുകയാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ വാക്കുകളിൽ, കൊത്തിനെ ഞായറാഴ്ച മുതൽ 40-ാം വെള്ളിയാഴ്ച വരെയുള്ള 40 ദിവസങ്ങൾ പരീക്ഷകളെ ജയിക്കുന്നതിനുള്ള പ്രയത്നകാലമാണ്. പരീക്ഷയെ ജയിക്കുന്നതിനുള്ള പ്രയത്നവും ഹാച്ചായിൽ പങ്കുകൊള്ളുന്നതിനുള്ള പ്രയത്നവും ഒരു സംഗതിയുടെ ഇരുവശങ്ങളാണ്. പരീക്ഷയിൽ ജയം നേടുന്നവർക്ക് മാത്രമേ കഷ്ടാനുഭവത്തിൽ ശരിയായി പങ്കുകൊള്ളുവാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ.
കഷ്ടാനുഭവത്തിൽ ശരിയായി പങ്കുകൊള്ളുന്നവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. മലങ്കര കത്തോലിക്കരുടെ ആരാധനക്രമപ്രകാരം വലിയ നോമ്പിലെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളാണ് സുവിശേഷ വായനയ്ക്കും നമ്മുടെ ധ്യാന ചിന്തയ്ക്കുമായി തിരുസഭ നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. മരുഭൂമിയിലെ പരീക്ഷയിലൂടെ പ്രകടമാകുന്ന തിന്മയോടുള്ള അവിടുത്തെ പോരാട്ടവും അവയുടെ മേലുള്ള വിജയവുമാണ് അവിടുത്തെ പരസ്യ ജീവിതത്തിലെ അത്ഭുത പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിനു മുൻപിൽ നാം നമ്മെ തന്നെ കാണുന്നതിനും നമ്മുടെ ബലഹീനതകളും ഒന്നുമില്ലായ്മയും മനസ്സിലാക്കി അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നതിനും വിശ്വാസത്തിൽ ശക്തി ആർജിച്ച് ദൈവത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് വളരുന്നതിനുമാണ് തിരുസഭാ മാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥന, ധ്യാനം, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ, പ്രായശ്ചിത്തം മുതലായവ അടങ്ങുന്ന തപസ്സിൻ്റെ ജീവിതമാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. 1. നോമ്പുകാലം അനുതാപത്തിൻ്റെയും ജീവിത പരിവർത്തനത്തിൻ്റെയും കാലമാണ്. നമ്മുടെ അകൃത്യങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുക എന്നതാണ് യഥാർത്ഥ അനുതാപം. അനുതാപപൂർവം തൻ്റെ പക്കലേക്ക് തിരിയുന്നവരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. പ്രഭാഷകൻ 17:29. 2. നോമ്പുകാലം തിന്മയുടെ മേൽ വിജയം വരിച്ച് സുഹൃതങ്ങളിൽ അഥവാ പുണ്യങ്ങളിൽ വളരുന്നതിനുള്ള കാലമാണ്. സഭാവത്സരത്തിലെ പരിശുദ്ധവും ഏറ്റവും അനുഗ്രഹീതവുമായ ഈ കാലയളവിൽ തിന്മയുടേതായ എല്ലാ പ്രവൃത്തികളും പരിത്യജിച്ചുകൊണ്ട് മഹോന്നതനായ ദൈവത്തിലേക്ക് തിരിയുകയും സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ട് അങ്ങേ പരിശുദ്ധിയിലേക്ക് നാം വളരുകയും ചെയ്യണം. 3. നോമ്പുകാലം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരാനുള്ള കാലം. 4. നമ്മുടെ കർത്താവിൻ്റെ പെസഹാ രഹസ്യങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള കാലം. 5. നോമ്പുകാലം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ അവിടുത്തെ കൂട്ടുവേലക്കാരായി ദൈവരാജ്യ പൂർത്തീകരണത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അവിടുത്തെ 2ാം വരവിന് വഴിയൊരുക്കാനുള്ള കാലം. ഈ ലക്ഷ്യങ്ങൾ സദാ മുന്നിൽ കണ്ടുകൊണ്ട് നാം ജീവിക്കണം. നോമ്പിലെ ഓരോ ആഴ്ചയിലെയും ധ്യാനങ്ങൾ ഈ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കും. നോമ്പിൻ്റെ 1ാം ഞായറാഴ്ചത്തെ തിരുവചന ഭാഗങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മുടെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതിനെ അനുസ്മരിച്ച് വലിയ നോമ്പിലെ 1ാം ഞായറിനെ കൊത്തിനെ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. വലിയ നോമ്പിലെ 1ാമത്തെ ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ ഉൽപ്പത്തി 9:8 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാട് 20:7 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാ 58:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3:5 മുതൽ 17 വരെ, യോഹന്നാൻ 2:1 മുതൽ 11 വരെ, ഉൽപ്പത്തി 9:8 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ നോഹയുമായുള്ള ശാശ്വത ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന 9:8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യമായ ഉടമ്പടിയുടെ പ്രതീകമാണ്. 9:18 മുതലുള്ള ഭാഗത്തിൻ്റെ ഉദ്ദേശം നോഹയെക്കുറിച്ച് പറയുകയല്ല, നോഹയുടെ പുത്രന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. നോഹയുടെ മദ്യപാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നതെങ്കിലും നോഹയുടെ തെറ്റായിട്ടല്ല ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യമായി മുന്തിരി കൃഷി ചെയ്ത് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്തയാൾ എന്ന നിലയിൽ അതിൻ്റെ ലഹരിയെക്കുറിച്ച് നോഹയ്ക്ക് വേണ്ടത്ര അറിവുണ്ടായിരിക്കാൻ സാധ്യതയില്ലല്ലോ. ചരിത്രപരമായ ഒരു വിവരണം എന്നതിനേക്കാൾ നോഹയുടെ പുത്രന്മാരുടെ സ്വഭാവത്തെ നമ്മുടെ വിചിന്തനത്തിന് വിഷയീഭവിപ്പിക്കുക എന്നതാണ് ഈ തിരുവചന ഭാഗം ലക്ഷ്യം വയ്ക്കുന്നത്. കാനാന്റെ പിതാവായ ഹാം
തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ട് അത് പുറത്തുണ്ടായിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു, പിതാവിനെ അപമാനിക്കുന്ന പ്രവൃത്തിയാണിത്. അതിനാൽ അവൻ ശാപാർഹനായി. എന്നാൽ ഷേമും യാഫെത്തും ചെയ്ത പ്രവൃത്തി നോക്കുക. അവർ പിതാവിൻ്റെ നഗ്നത കാണാതെ പുറം തിരിഞ്ഞ് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അങ്ങനെ അവർ തങ്ങളുടെ പിതാവിനെ ആദരിച്ചതിനാൽ അനുഗ്രഹീതരായി. ചുരുക്കത്തിൽ ഇത് ദൈവജനമായ ഇസ്രായേലിയർക്ക് ദൈവം നൽകുന്ന ഒരു സന്ദേശമാണ്. അവർ കാനാന്യരുടെ പ്രവൃത്തികൾ അനുകരിച്ച് ശാപാർഹരായി തീരാൻ ഇടയാകരുത്. ഈ തിരുവചനം പുതിയ ഇസ്രായേലിയരായ നമുക്ക് നൽകുന്ന നോമ്പുകാല ചിന്തയും ഇതുതന്നെ. നാം ഹാമിൻ്റെ പ്രവൃത്തി ചെയ്യാതെ, അതായത് മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ തെറ്റുകൾ പരസ്യമാക്കാതെ, ഷെമിനെയും യാഫെത്തിനെയും പോലെ അവ ആദരപൂർവം പരിഹരിക്കുന്നവരായി തീരണം. നാം അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ തെറ്റുകൾ പരസ്യമാക്കാതെ സ്നേഹത്തിൻ്റെ അരൂപിയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കും. ഇക്കാര്യത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. യെശയ്യാ 58 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥമായ ഉപവാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്വന്തം സുഖം തേടുകയും അപരനെ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉപവാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല. തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വഴിയിലൂടെ നടക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും സാബത്ത് ആചരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ കർത്താവ് അവരെ സവാരി ചെയ്യിക്കുകയും ചെയ്യും. ഈ ദിവസത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമാണ് കാനായിലെ കല്യാണ വിരുന്നിലെ ഈ സംഭവം. യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ നിന്നുകൊണ്ടുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ഇടപെടലാണ് ഈ തിരുവചന ഭാഗത്ത് ആദ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ വിരുന്നിന് യേശുവും ശിഷ്യരും ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മയാകട്ടെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനം സാക്ഷിക്കുന്നത്. ഇവിടെ അമ്മയെ സഭയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സഭയിലാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന ഈ അത്ഭുതം നടക്കുന്നത്. മറിയമാണ് വീഞ്ഞിൻ്റെ കുറവ് മനസ്സിലാക്കി സഹായത്തിനെത്തുന്നത്. ഇത് പരിശുദ്ധ അമ്മയുടെ പരസ്നേഹ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ തൻ്റെ പുത്രനോടൊത്ത് സഹകരിക്കുന്നതാണ് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ വീക്ഷണത്തിൽ സമയമാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പുത്രനെ രക്ഷാകരമായ ഇടപെടലിന് പ്രേരിപ്പിക്കുന്ന രണ്ടാം ഹൗവായും തൻ്റെ സന്തതിയിലൂടെ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതിനായി ദൈവത്താൽ മുൻ നിശ്ചയിക്കപ്പെട്ട സ്ത്രീയുമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മ ആദ്യം തൻ്റെ പുത്രനോട് അപേക്ഷിച്ച് അവിടുത്തെ ശ്രദ്ധ ജനത്തിലേക്ക് തിരിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ ഒരു മാതൃകയാണ്. വിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധരുമെല്ലാം നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി പകർത്തുകയും ദൈവത്തിൻ്റെ ശ്രദ്ധയെ നമ്മിലേക്ക് തിരിക്കുകയും നമ്മെ ദൈവത്തിലേക്ക് വഴികാട്ടി നയിക്കുകയും ചെയ്യുന്നതിൻ്റെ മാതൃകയാണ് ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു. ആ വെള്ളത്തെ അവിടുന്ന് നല്ല മേൽത്തരം വീഞ്ഞാക്കി. ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യഹൂദരുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽഭരണികളിലെ വെള്ളം യഹൂദരുടെ നിയമമായ തോറായെ സൂചിപ്പിക്കുന്നു. യഹൂദർക്ക് ലഭിച്ച വെളിപാട് പച്ചവെള്ളം പോലെയാണെങ്കിൽ യേശുവിലൂടെ ലഭിച്ച വെളിപാട് മേൽത്തരം വീഞ്ഞിന് സമാനമാണ്. രണ്ടും തമ്മിലുള്ള അന്തരം ശ്രദ്ധിക്കുക.
യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിതെന്ന് ശ്ലീഹ വ്യക്തമാക്കുന്നതിനാൽ യേശുവിലൂടെയുള്ള വെളിപാടിൻ്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ പ്രതിപാദന വിഷയമെന്നതിൽ സംശയമില്ല. യേശുവിലൂടെ വെളിപ്പെട്ട ഈ ദൈവമഹത്വം ദർശിക്കുകയാണ് നോമ്പിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. രണ്ടാമതായി, യേശുവിലൂടെയുള്ള ഈ ദൈവിക വെളിപാട് സ്വീകരിക്കുന്നവർ അഥവാ യേശുവിൽ വിശ്വസിക്കുന്നവരിൽ പച്ചവെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നത് പോലെയുള്ള രൂപാന്തരീകരണം സംഭവിക്കും. യഹൂദരുടെ വെളിപാട് പച്ചവെള്ളത്താൽ ബാഹ്യശുദ്ധി വരുത്തുന്നത് പോലുള്ള ശുദ്ധീകരണത്തിനേ ഉതകുകയുള്ളൂ. എന്നാൽ തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താലുള്ള ശുദ്ധീകരണം വഴിയായി യേശുവിലൂടെയുള്ള പൂർണ്ണ വെളിപാടിലൂടെയും ദൈവം നമ്മെ പരിപൂർണമായ ആന്തരിക പരിവർത്തനത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമതായി, യഹൂദരുടെ തോറ വഴി ലഭിക്കുന്ന രക്ഷയുടെ അനുഭവം പച്ചവെള്ളം കുടിക്കുന്നതിന് സമമാണെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകിയ രക്ഷാദാനമോ മേൽത്തരം പുതുവീഞ്ഞു കുടിക്കുന്നതിന് തുല്യമാണ്. യേശുക്രിസ്തു വഴി നാം രക്ഷയുടെ പുതുയുഗത്തിലേക്കും നവജീവന്റെ സമൃദ്ധിയിലേക്കും പ്രവേശിച്ചിരിക്കുന്നു എന്നർത്ഥം. നോമ്പിൻ്റെ ആരംഭത്തിൽ ഈ സുവിശേഷ ഭാഗം നമ്മുടെ വിചിന്തനത്തിനായി നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യമാണ് ഈ 3 ചിന്തകളും വ്യക്തമാക്കുന്നത്. നോമ്പിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ നല്ല ഒരുക്കത്തോടെ നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ദർശിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും നമുക്ക് മാത്രമല്ല സകലർക്കും അനുഗ്രഹമായി തീരുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.